ഹലോ ഗായ്സ്, ദീപാവലി പ്രമാണിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ വീടിൻ്റെ കടപ്പുറം ഭാഗം, അതായത് ബീച്ച് ഏരിയ മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ്. ദീപാവലിയുടെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ആൾക്കാർ. ഈ കട എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ കട തന്നെയാണ് കേട്ടോ. എൻ്റെ ഉമ്മ നടത്തുന്ന കടയാണ്. ഞാൻ തൊട്ടടുത്ത് കുറേ കളിപ്പാട്ട കച്ചവടവും അങ്ങനെ പലതരം കടകൾ വന്നിട്ടുണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നും ആയിട്ടില്ല, കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പിള്ളേരൊക്കെ മൊത്തം കടയിൽ തന്നെ ഉണ്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വീറ്റ്സുകൾ അങ്ങനത്തെ വസ്തുക്കളുടെ ഒക്കെ കച്ചവടം തുടങ്ങിയിട്ടില്ല. നമ്മളുടെ കടയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. പിന്നെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അപ്പുറത്തും അമ്പലമുണ്ട് ഇപ്പുറത്തും അമ്പലമുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഭാഗത്ത് ഈ പൊക്കളായി ബീച്ചിന് ഈ ഭാഗം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിമ ഉണ്ട്, ഒരു നമ്പൂതിരിയുടെ പ്രതിമയാണ് അവിടെ ഉള്ളത്. ഈ പ്രതിമയ്ക്ക് ഇങ്ങനെ പേരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കത് അറിയില്ല എന്താ പേരെന്നുള്ളത്. പിന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രാത്രി കാണുമ്പോണ്ടല്ല നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഈ തിരമാലകൾ അടിക്കുന്നതും ഒക്കെ നല്ല രസമുണ്ട്. കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്ത് വേറെ ഉപ്പിലിട്ട കടകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഐസ്ക്രീമിൻ്റെ കട തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം ദീപാവലി നാളെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കുകൾ, ഈ 3 തരം റൈഡുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞങ്ങളുടെ ഈ പാനിപ്പൂരിയുടെ ഒക്കെ കടയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ പാനിപ്പൂരിയുടെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂരി മസാല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ.